ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്കോളർ സ്ക്വാഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എസ്പെഷ്യലി 2020 തൊട്ട് 25 അല്ലെങ്കിൽ 24 ഡിസംബർ എന്നുള്ളത്. 24 ഡിസംബറിലെ എക്സാം 25-ലാണ് നടന്നത്. അതുകൊണ്ടാണ് 25 എന്ന് പറയാനായിട്ടുള്ള കാരണം. അതുവരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ 23-ലുള്ള ചോദ്യങ്ങൾ തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: The proton NMR spectrum of a mixture of chloroform and acetone shows two singlets at 7.25 and B അല്ല, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. 2.1 ppm, 7.25 and 2.1 ppm with integral heights of 12 and 18 millimeter respectively. The molar ratio of chloroform to acetone in the mixture is. ഇന്ന് തന്നിരിക്കുന്നത് എന്താണ്? ക്ലോറോഫോം അസറ്റോൺ മിക്സർ ഉണ്ട്, അതിനകത്ത് 2 സിംഗ്ലെറ്റ്സ് കിട്ടുന്നു എന്ന് പറഞ്ഞു. ഒന്ന് 7.25 കറസ്പോണ്ടിങ് ടു ക്ലോറോഫോം. അതിൻ്റെ ഇൻ്റഗ്രൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 mm. അസറ്റോണിൻ്റെ എന്ന് പറയുന്നത് 2.1 ppm വിത്ത് ഇൻ്റഗ്രൽ ഹൈറ്റ് ഓഫ് 18 mm. ഇൻ്റഗ്രൽ ഹൈറ്റ് അല്ലെങ്കിൽ പീക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര കൂടുന്നുണ്ടോ അതിൻ്റെ പീക്ക് ഹൈറ്റും അതിനനുസരിച്ച് കൂടും. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ സിമിലർ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മോളാർ റേഷ്യോ കണ്ടുപിടിക്കുന്ന ചോദ്യം പിന്നെ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിയറി പഠിപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, പറ്റുന്നതായിരിക്കും. അപ്പം നോക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ക്ലോറോഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് CHCl3. അതിന് വന്നേക്കുന്ന ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ 7.25 ppm ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 mm ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്ലോറോഫോമിനകത്ത് ഒരു ഹൈഡ്രജൻ ആണ് വന്നേക്കുന്നത്. ഒരു ഹൈഡ്രജൻ ആണുള്ളത്. ഓക്കെ, ദെൻ ഇത് നമുക്ക് അതിൽ നിന്ന് ഈ 12 mm 18 mm വന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് മോളാർ റേഷ്യോ ഓഫ് ക്ലോറോഫോം ടു അസറ്റോൺ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അസറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? CH3 C ഡബിൾ ബോണ്ടോ CH3 ആണ്. അസറ്റോണിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ടോട്ടൽ 6 ഹൈഡ്രജൻസ് ആണുള്ളത്. 6 ഹൈഡ്രജൻ മൂലം ഉണ്ടാവുന്ന പീക്ക് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് 2.1 ppm വരുന്നത്. അതിൻ്റെ ഇൻ്റഗ്രൽ ഹൈറ്റ് എന്ന് പറയുന്നത് 18 mm ആണ്. ഓക്കെ, എങ്ങനെ നമുക്ക് മോളാർ റേഷ്യോ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കായിരിക്കും? 6 ഹൈഡ്രജൻ ഉള്ള ഒരു സിസ്റ്റം അല്ലേ? 6 ഹൈഡ്രജൻ ഉള്ള ഒരു സിസ്റ്റത്തിൽ ഒരു സിംഗിൾ അസറ്റോൺ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6 ഹൈഡ്രജൻ ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 18 mm ഹൈറ്റ് വരുന്നതിന് എത്ര അസറ്റോൺ മോളിക്യൂൾ വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 18/6 ചെയ്താൽ പോരെ അല്ലേ? 18/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 mm ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് അസറ്റോൺ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറ്റും. 3 അസറ്റോൺ മോളിക്യൂളാണ് നമുക്ക് 18 mm കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം 1 mm കറസ്പോണ്ടിങ് ആയിട്ടെന്ന് പറഞ്ഞാൽ 6 ഹൈഡ്രജൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 18 mm കറസ്പോണ്ടിങ് ആയിട്ട് എത്ര അസറ്റോൺ വരണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു അസറ്റോണിനകത്ത് 6 ഹൈഡ്രജൻ ആണുള്ളത്. ടോട്ടൽ 80 mm ലെങ്ത് ആണ് വരുന്നത്. നമുക്ക് ഒരു മോളിക്യൂള് അസറ്റോൺ എടുക്കുന്ന സമയത്ത് അതിനകത്ത് 6 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 1 mm ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 18 mm വന്നു കഴിയുമ്പോൾ 18 mm എത്ര അസറ്റോൺ മോളിക്യൂൾ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ ക്ലോറോഫോം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആണുള്ളത്. ക്ലോറോഫോം നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 12 mm ആണ് ലെങ്ത് പറഞ്ഞേക്കുന്നത്. ഒരു ഹൈഡ്രജന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടേണ്ടത് 1 mm എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 12 mm എത്ര 12 mm ആകുമ്പോൾ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? 12 ഹൈഡ്രജൻ വേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ 12 ക്ലോറോഫോം മോളിക്യൂൾ വേണം. ഒരു ക്ലോറോഫോം മോളിക്യൂളിൽ ഒരു ഹൈഡ്രജൻ വെച്ചിട്ടാണ് നമുക്ക് 1 mm വരുന്നത്.
ഒരു mm ഡിസ്റ്റൻസ് വരെ. നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം ക്ലോറോഫോമിന്റെ കേസിൽ ഒരു പ്രോട്ടോണേ ഉള്ളൂ. ഒരു പ്രോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 mm ഹൈറ്റ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോറോഫോം ഉണ്ടാവണം 12 mm ഹൈറ്റ് വരണമെങ്കിൽ എന്നാണ് ചോദ്യം. എത്ര ക്ലോറോഫോം ഉണ്ടാവണം 12 mm ഹൈറ്റ് വരണമെങ്കിൽ? അങ്ങനെ വരുമ്പം എന്താ ചെയ്യുക? 12 mm ഹൈറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യുക? 1 വെച്ച് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. 12 mm ബൈ 1 mm ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 മോളിക്യൂൾസ് ഓഫ് അല്ലെങ്കിൽ 12 CHCl3 വേണം. ഓക്കെ, ഇനി ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മോളാർ റേഷ്യോ ഓഫ് ക്ലോറോഫോം ടു അസറ്റോൺ ആണ് പറഞ്ഞേക്കുന്നത്. ക്ലോറോഫോം വേണ്ടത് 12 എണ്ണം, അസറ്റോൺ വേണ്ടത് 3 എണ്ണം. 12/3 എന്ന് പറയുമ്പം 4:1. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ക്ലോറോഫോം എടുക്കുന്നു, അസറ്റോൺ എടുക്കുന്നു. ക്ലോറോഫോമിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 ഹൈഡ്രജൻ. ഓക്കെ, അസറ്റോണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. ഓക്കെ, 6 ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 mm ഇന്റഗ്രൽ ഹൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് 6 ഹൈഡ്രജൻ വേണം ക്ലോറോഫോമിന്, അസറ്റോണിന്. അങ്ങനെയാണെങ്കിൽ 18 mm ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ വേണം, അല്ലെങ്കിൽ എത്ര മോളിക്യൂള് അസറ്റോൺ വേണം? ഒരു മോളിക്യൂൾ 6 ഹൈഡ്രജൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ അസറ്റോൺ വേണം? 18/6 ചെയ്യുക. അതേപോലെ തന്നെ ക്ലോറോഫോമും അതിനകത്ത് 1 ഹൈഡ്രജനേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മോളിക്യൂള് ക്ലോറോഫോം എടുക്കുമ്പോൾ 1 mm ഹൈറ്റ് ഇന്റഗ്രൽ ഹൈറ്റിൽ നമുക്ക് പീക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ എടുത്താലായിരിക്കും 12 mm ഹൈറ്റിൽ നമുക്ക് കിട്ടാം? 12 മോളിക്യൂൾ എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, the electron impact mass spectrum of CH3 CH2 twice Cn will show a base peak at m/z value of ഏത് ബേസ് പീക്ക് വാല്യൂ ആണ് ബ്യൂട്ടേറോനൈട്രേറ്റ് തരുന്നത് EI മാസ് സ്പെക്ട്രത്തിനകത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇതിന്റെ തന്നെ ഫ്രാഗ്മെന്റേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് മാക്ലാഫെർട്ട് റീഅറേഞ്ച്മെന്റ് മെയിൻ ബാച്ചിന് പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി മാക്ലാഫെർട്ട് റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ഏറ്റവും ഇന്റൻസിറ്റി ഉള്ള പീക്ക് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇന്റൻസിറ്റി ഉള്ള പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസ് പീക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇന്റൻസിറ്റി കൂടിയ പീക്കാണ്. അബണ്ടൻസ് കൂടിയതായിരിക്കും. അത് പല വഴിയിൽ കൂടെ ആ ബേസ് പീക്ക് ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ടാകും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അതിനെ ബേസ് പീക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് ഏറ്റവും ഇന്റൻസിറ്റി ഉള്ള കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഏത് പീക്ക് ഫോം ചെയ്യുന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ നടക്കുന്നത് മാക്ലാഫെർട്ട് റീഅറേഞ്ച്മെന്റ് ആണ്. എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മളിതിനെ ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളത് എന്താണ്? CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, എന്ത് സംഭവിക്കും? ആദ്യം മോളിക്കുലർ അയോൺ പീക്ക് ഫോം ചെയ്യും അല്ലേ? CH3, അതിനെ CH3 എഴുതുന്നതിന് വരെ ഞാൻ CH2H എന്ന് കൊടുക്കാണ്. അടുത്ത സ്റ്റെപ്പ് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് CH2 C അല്ലേ, ഡബിൾ ബോണ്ട് N, കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഇത് കൊടുക്കാം. ഓക്കെ, അല്ല കാർബൺ ട്രിപ്പിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് Nൽ ഈ പറഞ്ഞ പോലെ റാഡിക്കലും പോസിറ്റീവ് ചാർജുകൾ കൊടുത്താലും ഓക്കെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കും? മാക്ലാഫെർട്ട് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആൽഫ ബീറ്റ ഗാമ ഹൈഡ്രജന്റെ ആണ് എന്ത് നടക്കുക? ഹോമോലിസിസ് നടക്കുക. ഗാമ ഹൈഡ്രജന്റെ ഹോമോലിസിസ് നടന്നു കഴിയുമ്പം അല്ലേ, ഇത് പോയിട്ട് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് CH2 റാഡിക്കൽ അല്ലേ, CH2 റാഡിക്കൽ CH2 C ട്രിപ്പിൾ ബോണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൊടുത്തന്നെ ട്രിപ്പിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി.
എന്തായിട്ട് മാറും? N+H. ഓക്കെ, അപ്പോൾ റാഡിക്കൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് H ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ ഈ CH2 റാഡിക്കൽ ഉണ്ട് അല്ലേ, CH2 റാഡിക്കൽ ഉണ്ട്, ഇത് തമ്മിൽ ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നു, ഇത് തമ്മിലും ഹോമോളിസിസ് നടക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് ഒരു സ്പീഷീസ് CH2 ഡബിൾ ബോണ്ട് CH2, അതൊരു സ്റ്റേബിൾ പാർട്ടാണ്. അടുത്ത സ്പീഷീസ് എന്ന് പറയുന്നത് CH2 റാഡിക്കൽ C ട്രിപ്പിൾ ബോണ്ട് N, സോറി CH2 റാഡിക്കൽ C ട്രിപ്പിൾ ബോണ്ട് NH. ഓക്കെ, ഇതിൻ്റെ മാസം നോക്കി എന്താണെന്നുള്ളത്? കാർബണിൻ്റെ മാസ് 12, ഹൈഡ്രജൻ്റെത് 2, വീണ്ടും 12, പിന്നെ നൈട്രജൻ്റെത് 14 + 1. ഇത് എത്ര വരുന്നുണ്ട്? 4 + 1 5, 5ഉം 6 11, 41 ആണ് മാസ് വരുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ ബേസ് പീക്ക് ഫോം ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മാക്ലോഫെർട്ടി റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. മാക്ലോഫെർട്ടി റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഈഥീൻ ഫോം ചെയ്യുന്നത് കൊണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്പീഷീസും ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ പീക്ക് തരുന്ന ബേസ് പീക്കായിട്ട് തരുന്നത്. M/Z കറസ്പോണ്ട്സ് ടു 41 വാല്യൂ. സോറി, മാക്ലോഫെർട്ടി റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടത് എന്താണ്? ഗാമ ഹൈഡ്രജന്റെ അബ്സ്ട്രാക്ഷൻ, ഗാമ ഹൈഡ്രജന്റെ ഹോമോളിസിസ് നടന്നിട്ടുണ്ടാവുന്ന റീഅറേഞ്ച്മെന്റ് ആണ് മാക്ലോഫെർട്ടി റീഅറേഞ്ച്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് സിഗ്നൽസ് എക്സ്പെക്ടഡ് ഫോർ ദ ഗിവൺ കോമ്പൗണ്ട് ഇൻ പ്രോട്ടോൺ NMR ആൻഡ് C13 NMR സ്പെക്ട്ര റെസ്പെക്റ്റീവ്ലി. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺ സിഗ്നൽസ്, പ്രോട്ടോൺ NMRൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സിഗ്നൽസും അതേപോലെ തന്നെ C13 ഉണ്ടാകുന്ന നമ്പർ ഓഫ് സിഗ്നൽസും ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? പ്രോട്ടോൺ NMRന്റെ കേസിൽ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഈ ഹൈഡ്രജൻ ഏതൊക്കെയാണുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് അല്ലേ, Cl. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം, പ്രോട്ടോൺസിന്റെ നോക്കാം. ഇത് ഒരു പ്രോട്ടോൺ ആണ്, ഇവിടെ ഒരെണ്ണം ഇങ്ങോട്ടേക്ക്, താഴെ മുകളിൽ ഈ പൊസിഷനിലില്ല. ഇതെല്ലാം 4 കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓക്കെ, ഇതിനകത്ത് ആക്സിയൽ ഇക്വിറ്റോറിയൽ പൊസിഷൻ എന്ന് തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യാം, ഇതിനെ നോക്കിയാൽ ഈ മോളിക്യൂളിനെ ഇങ്ങനെ ഒരു പ്ലെയിൻ വെക്കുന്നു എന്ന് വിചാരിക്കാം, ഇങ്ങനെ ഇതിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു പ്ലെയിൻ വെക്കുന്നു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? ഈ പാർട്ടിലുള്ളതെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മുറിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പാർട്ടും ഇതും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പ്ലെയിൻ വെക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലെയിൻ വെക്കാം. ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലെ. ഒരു പാർട്ട് എന്ന് പറയുന്നത് മറ്റേ പാർട്ടിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിനെ വേറെ കളർ വെച്ച് വരയ്ക്കാം. ഓക്കെ, ആ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണോ അത് എന്ത് ചെയ്യുന്നു? അത് എങ്ങനെയായിരിക്കും വരിക? സെയിം ടൈപ്പ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കും വരിക അല്ലേ. റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരേപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വരുന്നത് സെയിം ടൈപ്പ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കും വരിക. ഓക്കെ, ദെൻ ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് ഏത് പൊസിഷനിലാണ് വരുന്നത്? ഇത് ആക്സിയൽ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന നമ്പർ കൊടുക്കാം. ഇത് ഇക്വിറ്റോറിയൽ പൊസിഷനാണ് വരുന്നത്. ഓക്കെ, ഇത് ആക്സിയൽ ഇക്വിറ്റോറിയൽ. ഇതിനകത്ത് ഇത് ഇക്വിറ്റോറിയലും ഇത് ആക്സിയലുമാണ്. എന്നാൽ പോലും ഇതിനകത്ത് നോക്കിയേ, ഇതും അതുപോലെ തന്നെ ഇക്വിറ്റോറിയലും ആക്സിയലുമാണ് വരുന്നത്. പക്ഷെ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. ഇത് തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേ ടൈപ്പ് പ്രോട്ടോൺ ആണ്. H3 എന്ന് പറയുന്ന പ്രോട്ടോൺ, ഇത് H4 എന്ന് പറയുന്ന പ്രോട്ടോൺ, ഇത് രണ്ടും H4. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സോ ബോണ്ടും എൻഡോ ബോണ്ട് എന്ന് പറയും. ഇങ്ങോട്ടേക്ക് നിൽക്കുന്നതിന് നമുക്ക് ഒരു ടൈപ്പ് എന്ന് കൊടുക്കാം, 5ാമത്തെ ടൈപ്പ്. ഇതും 5ാമത്തെ ടൈപ്പ്. ഇതെന്താണ്? 6ാമത്തെ ടൈപ്പ് പ്രോട്ടോൺ. അപ്പൊ ടോട്ടല്
പ്രോട്ടോൺ NMR നോക്കുമ്പോഴത്തേനും 6 വരുന്നത്. 6 വരുന്ന ഓപ്ഷൻസ് 2 ഉള്ളത്. അപ്പം എയും ഡിലീറ്റ് ചെയ്യാം, നമുക്ക് സിയും ഡിലീറ്റ് ചെയ്യാം. ഞാൻ നമ്പർ ഓഫ് കാർബൺസ് നോക്കാം. എങ്ങനെ നമ്പർ ഓഫ് കാർബൺസ് നോക്കിയേ, ഇതൊരു ടൈപ്പ് കാർബൺ അല്ലേ, ഈ പോയിന്റ് ഒരു ടൈപ്പ് കാർബൺ, ഇതൊരെണ്ണം. ദെൻ ഇത് രണ്ടും സിമിലർ ആണ് അല്ലേ, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്, ഇത് അഞ്ചാമത്തെ കാർബൺ. ഓക്കെ, അപ്പൊ ടോട്ടൽ 6 and 5 ആണ് വരുന്നത്. നമ്മുടെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കറക്റ്റ് മാച്ച് ഫോർ ദ പ്രോട്ടോൺസ് ഓഫ് ഈഥൈൽ അക്രിലേറ്റ് ഗിവൺ ഇൻ സി കോളം പി വിത്ത് കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റ ഗിവൺ ഇൻ കോളം ക്യൂ ഈസ്. നമുക്ക് എന്താണ് പറയുന്നത്, ഈഥൈൽ അക്രിലേറ്റ് ആണ് തന്നേക്കുന്നത്. ഡെൽറ്റ വാല്യൂ തന്നിട്ടുണ്ട്. HA HB HC എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ വാല്യൂ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 5 to 8 ആണ് ഏത് വരുന്നത്, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന പ്രോട്ടോൺസിന്റെ ഡെൽറ്റ വാല്യൂ വരുന്നത് 5 to 8 ആണ് വരുന്നത് അല്ലേ. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 5 to 8 ഡെൽറ്റ ppm ആണ് വരുന്നതെങ്കിലും ഇതിനകത്ത് ശ്രദ്ധിക്കാവുന്ന എളുപ്പത്തിൽ HCയുടെ ഏതാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ HC എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ, പിന്നെ അറ്റാച്ച് ചെയ്തേക്കുന്ന എന്താണ്, കാർബണൈലിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഡി ഷീൽഡിംഗ് ഗ്രൂപ്പിലേക്കാണ് അറ്റാച്ച് ചെയ്തത്. ഈ ഡബിൾ ബോണ്ടോ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസിനെ വലിക്കുന്നത് മൂലം ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഈ HC എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡ് കൂടുതലായിരിക്കും ബാക്കി 2 പ്രോട്ടോൺസിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബാക്കി 2 ഹൈഡ്രജൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേനും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, HC ആയിരിക്കും ഏറ്റവും കൂടുതൽ ഏത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഡെൽറ്റ വാല്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ അത് വെച്ച് നമുക്ക് പറയാം HCയുടെ വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റും. ഈ 6.11 ആണ് HCയുടെ വാല്യൂ എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അതൊരു കാര്യം ഇത്. ഓക്കെ, ദെൻ HCക്ക് കിട്ടുന്ന ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ് വിത്ത് J വാല്യൂ = 16 and 10 ഹെർട്സ്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് കപ്ലിംഗ് ഉണ്ട് അല്ലേ, 2 ടൈപ്പ്. ഇത് ആൽക്കീൻസിന്റെ കേസിൽ 2 അല്ല 3 ടൈപ്പ് കപ്ലിംഗ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് ജെമിനൽ കപ്ലിംഗ് പറ്റും അല്ലേ, ജെമിനൽ കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 ഒരേ കാർബണിൽ തന്നെയുള്ള പ്രോട്ടോൺസ് തമ്മിലുള്ള കപ്ലിംഗ് ആണെങ്കിൽ ജെമിനൽ കപ്ലിംഗ്. ഓക്കെ, പിന്നെ ഇത് സിസ് പ്രോട്ടോൺസ് തമ്മിലുള്ള കപ്ലിംഗ് ഉണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള കപ്ലിംഗ് ഉണ്ട്. പിന്നെ ട്രാൻസ് പ്രോട്ടോൺസ് തമ്മിലുള്ള കപ്ലിംഗ് ഉണ്ട്. ജെമിനലിന്റെ കേസിൽ ഇങ്ങനെയുള്ള പ്രോട്ടോൺ തമ്മിലുള്ള കപ്ലിംഗ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 0 to 5 റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ J വാല്യൂ എന്ന് പറയുന്നത് 0 to 5 റേഞ്ചിലാണ് വരുന്നത്. ദെൻ സിസ് ആൽക്കീൻ എന്ന് പറയുമ്പം ഇങ്ങനെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ J വാല്യൂ എന്ന് പറയുന്നത് 6 to 12 റേഞ്ച് ആണ് വരുന്നത്. ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് വരുന്നത് ഏകദേശം 12 to 18 റേഞ്ച് ആണ്. ഇത് കൂടാതെ തന്നെ ഈ ആൽക്കീനകത്ത് ഇത് തമ്മിലുള്ള കപ്ലിംഗ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ തമ്മിലുള്ളതാണെങ്കിൽ അത് 6 to 8 ഹെർട്സ് ആണ് വരുന്നത്. അതിവിടെ ആവശ്യമില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളതിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു HCയുടെ വാല്യൂ എന്താണ്, HC എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാല്യൂ ആയിരിക്കും. ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ HC കപ്പിൾ ചെയ്യുന്ന 2 ടൈപ്പ് പ്രോട്ടോണുകൾ തമ്മിലാണ് അല്ലെ. ഇവിടുത്തെ ഒരെണ്ണം HA എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് പ്രോട്ടോൺ ആണ്, HB എന്ന് പറയുന്നത് വേറൊരു പ്രോട്ടോൺ ആണ്. അപ്പം ഇത് തമ്മിൽ ആദ്യം HA ആയിട്ട് കപ്പിൾ ചെയ്യുന്നു, അത് വെച്ച് ഡബ്ലറ്റ് കിട്ടുന്നു, പിന്നീട് HB ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് കാണിക്കുന്നത്. പിന്നെ അതിന്റെ J വാല്യൂ എന്ന് പറഞ്ഞാൽ 16 കാണിക്കുന്നുണ്ട്, 10 കാണിക്കുന്നുണ്ട്. 16 എന്ന് പറയുന്നത് എന്തുമൂലമായിരിക്കും, ഈ HB-യുമായിട്ടുള്ള ട്രാൻസ് കപ്ലിംഗ് മൂലം 16ഉം HA-യുമായിട്ടുള്ള സിസ് കപ്ലിംഗ് മൂലം 10 വാല്യൂ. ഓക്കെ, ട്രാൻസ് കപ്ലിംഗിന് 12 to 18ഉം സിസ് കപ്ലിംഗിന് 6 to 12 ആണ്. അതാണ് ഈ 2 വാല്യൂസ് കാണിക്കാനുള്ള കാരണം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് HA-യും HB-യുമാണ്. അതിനകത്ത് HA-യുടെ വാല്യൂ ഏതായിരിക്കും വരുന്നത്, HB-യുടെ ഏതായിരിക്കും വരുന്നത്. HA-യുടെ കേസിലും ഇതേ പറയുന്ന പോലെ തന്നെ HA-ക്ക് കപ്പിൾ ചെയ്യാനായിട്ട് ഇവിടെ HC-യും ഉണ്ട്, HB-യും ഉണ്ട്. അത് രണ്ടും ഡിഫറെന്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ HA-ക്ക് എന്ത് വരും, HA-ക്കും ഈ പറയുന്ന പോലെ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരും. ആദ്യം HC ആയിട്ട് കപ്പിൾ ചെയ്തിട്ട് ഡബ്ലറ്റ് ഫോം ചെയ്യുന്നു, HB ആയിട്ട് കപ്പിൾ ചെയ്തിട്ട് ഡബ്ലറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, HC ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന J വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും, അത് സിസ് കപ്ലിംഗ് ആണ് അല്ലെ.
സിസ് കപ്ലിംഗ് ആയതുകൊണ്ട് തന്നെ HC ആയിട്ടാണ് 6 to 12 റേഞ്ചിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അതേസമയം HB ആയിട്ടുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് 0 to 5 റേഞ്ചിലായിരിക്കും വരുന്നത്. അല്ലെ ജെമിനൽ കപ്ലിംഗ് ആണ് വരുന്നത്, 0 to 5 ആണ്. അപ്പം ഏതായിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 to 5 16 സോറി 0 to 5 ഇതിൻ്റെത്, ഇത് 0 to 5 ppm. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ HC ആയിട്ടുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് സിസ് കപ്ലിംഗ് ആണ്. അത് വരുന്നത് 6 to 12 ആണ്. അത് ആ വാല്യൂ വരുന്നത് ഒരെണ്ണമേ ഉള്ളൂ, 4 ഹെഡ്സും ഇത് മതി. ശരി, HAയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. HA ആകുമ്പോഴത്തേനും 4 ഹെഡ്സും ഈ പറഞ്ഞ പോലെ 6 to 12 എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് ഈ 10 ഹെഡ്സ് വരുന്നത് അല്ലേ. അപ്പം HA നോക്കുമ്പോഴത്തേനും HC ആയിട്ട് കപ്പിൾ ചെയ്യുന്നു. HCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട കപ്ലിംഗ് വാല്യൂ എന്ന് പറയുന്നത് 6നും 12നും ഇടയ്ക്കാണ്. ഇവിടെ 10 വന്നിട്ടുണ്ട് അല്ലേ, 10 വന്നിട്ടുണ്ട്. HBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട 0 to 5 ആണ്, അത് 4 വന്നിട്ടുണ്ട്. അപ്പം HA എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? HA മാച്ച് വിത്ത് 3, ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ്. ഓക്കെ, ദെൻ HB നോക്കിയേ. HBയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ HAയുമായിട്ട് ജെമിനൽ കപ്ലിംഗ് നടക്കുന്നുണ്ട്. 0 to 5 റേഞ്ച് വേണം, അത് 4 വന്നു. ഓക്കെ, ദെൻ HCയുമായിട്ട് ട്രാൻസ് കപ്ലിംഗ് നടക്കുന്നുണ്ട്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ 12 to 18 ആണ് വരുന്നത്, 16 ഹെർട്സ് വന്നു. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് മാച്ച് ആവുന്നത്. അപ്പം നമുക്ക് HA എന്ന് പറയുന്നത് 3 ആയി വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ദെൻ B 2 ആയിട്ട് വരുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇതാണ്. ഓക്കെ, ഓൾറെഡി എയും ബിയും കണ്ടുപിടിച്ചാൽ പിന്നെ കൂടുതൽ സിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞു തന്നതുകൊണ്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞതിനകത്ത് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. For a proton, the gyromagnetic ratio is 26.752 into 10 raised to 7 radians per Tesla per second. The Lamarck frequency for a proton in megahertz in a 21.1 Tesla magnetic field is approximately. അതായത് നമ്മൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ തന്നിട്ടുണ്ട്. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗാമ എന്ന് പറയുന്നത് വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് എത്ര വാല്യൂ തന്നിട്ടുണ്ട്? നമ്മൾ പറഞ്ഞേക്കുന്ന ലാമർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്തിലുള്ള ലാമർ ഫ്രീക്വൻസിയാണ്? മെഗാ ഹെർട്സിലുള്ള ലാമർ ഫ്രീക്വൻസി. എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് 21.1 ടെസ്ല ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ലാമർ ഫ്രീക്വൻസി. ലാമർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ആൻസർ ആണിത്. Lamarck frequency F is equal to gamma B by 2 pi ആണ്. ഓക്കെ, ഇതിനകത്ത് ഗാമ എന്ന് പറയുന്നത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ, ബി എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡുമാണ്. പൈയുടെ വാല്യൂ ആണ് 3.14. ഓക്കെ, ഇതിനകത്ത് ഗാമ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് 26.752 into 10 raised to 7 റേഡിയൻസ് പെർ ടെസ്ല പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് വേണ്ട ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണ് കണ്ടുപിടിക്കേണ്ടത്? 21.1 ടെസ്ലയിലെ 21.1 ടെസ്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലാമർ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 2 into 3.14 ചെയ്യാം. ഓക്കെ, ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടിയും വെട്ടിപ്പോകും. ഓക്കെ, ടിയും കട്ടായിപ്പോയി. ദെൻ 21.1 ആണിത്. പിന്നെ ബാക്കി നിൽക്കുന്ന റേഡിയൻസും പെർ സെക്കൻഡുമാണ്. പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഹെർട്സ് എന്ന് പറയുന്നത്. ഹെർട്സ് എന്ന് പറയുന്നത് പെർ സെക്കൻഡ് തന്നെയാണ്. റേഡിയൻസ് എന്ന് പറഞ്ഞാൽ ആംഗുലർ ആസ്പെക്റ്റ് ആണ് റേഡിയൻസ് വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. ഈ ലാമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലാമർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ആംഗുലർ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റേഡിയൻസിനെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂസ്, അതായത് 26.752 into 10 raised to 7 divided by 6.28 വരും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 945 into 10 raised to 7 ഹെർട്സ് വരും. ചെയ്ത് നോക്കിയാൽ മതി, ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഹെർട്സിൽ വന്നു ഇതിനെ നമുക്ക് മെഗാ ഹെർട്സ് ആക്കി മാറ്റണം. മെഗാ ഹെർട്സിലാക്കണമെങ്കിൽ ഹെർട്സിനെ മെഗാ ഹെർട്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 10 raised to 6 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം
945 മെഗാ ഹെഡ്സ് ആണ് വരിക. അടുത്ത് വരുന്ന വാല്യൂ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ റേഡിയൻസിന്റെ കാര്യം കൂടെ ഓർക്കാം. ഓക്കെ. The P31 NMR spectrum of P4S3 consists of, sorry, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്തില്ല, നമുക്ക് പേസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കൺസിസ്റ്റ് ഓഫ് 2 doublets of triplets, എ എന്ന് പറയുന്ന ഓപ്ഷൻ, triplets of triplets ബി, 2 triplets of equal intensity ഡി, എ doublet and a quadruplet. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ P4S3 ആണ്. ഇതിന്റെ സ്ട്രക്ചർ അറിയാവുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. P4S3യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിക്കാം. PSS. Okay. Then ഇതാണ് P4S3യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നോക്കിയേ, ഈ 3 ഫോസ്ഫറസും കൂടെ ഒറ്റ സിഗ്നലാണ് തരുന്നത്. അതേപോലെ തന്നെ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് വേറെ സിഗ്നൽ. സൾഫറിന്റെ കാര്യം വരുന്നില്ല. P4S3യുടെ P31ന്റെ കാര്യമാണ്. P31 NMR ആണ് വരുന്നത്. അപ്പൊ ഇത് 3 കൂടെ ഒരു സിഗ്നലും ഈ ഫോസ്ഫറസ് ഒരു സിഗ്നലുമായിട്ട് തരും. അപ്പം 3 ഫോസ്ഫറസ് എന്ന് പറയുന്നത് അതെന്ത് തരും? ഇതിനകത്ത് തന്നിട്ടുണ്ട് ഹാഫ് ആണ് ഐ വാല്യൂ എന്ന് പറയുന്നത്. 2ni+1 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടും കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് കിട്ടാം? അപ്പം 2 × 3 × ½ + 1 എന്ന് പറയുന്നത് 4 വന്നു. ദെൻ നെക്സ്റ്റ് ഫോസ്ഫറസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അല്ലേ. അപ്പം 2 × 1 × ½ + 1 ഇത് എത്ര വരും? ഡബിളറ്റ് വരും അല്ലേ. 1 + 1 2. ഡബിളറ്റും ക്വാഡ്രറ്റും ആണ് വരുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. സ്ട്രക്ചർ അറിയാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A molecule shows 2 absorptions at 896 and 960 Hz in its C13 NMR spectrum in a magnetic field of 3 Tesla. The corresponding chemical shift in ppm. ppmലുള്ള chemical shift ആണ് ചോദിച്ചിരിക്കുന്നത്. C13ന്റെ അത് എയറോമാഗ്നറ്റിക് റേഷ്യോ തന്നിട്ടുണ്ട്, ഐ വാല്യൂം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഷിഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. കെമിക്കൽ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് കെമിക്കൽ ഷിഫ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ = ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അത് ഹെഡ്സിലുള്ളതാണ്. ഹെഡ്സ് ഡിവൈഡ് ബൈ ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി. അതും ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മെഗാ ഹെഡ്സിലാണ് × 10⁻⁶. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ ഇൻസ്ട്രുമെന്റ് എന്ന് കൊടുക്കുകയാണ്. ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എയറോമാഗ്നറ്റിക് റേഷ്യോ × മാഗ്നറ്റിക് ഫീൽഡ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ, അത് V0 എന്ന് കൊടുക്കാം, B എന്ന് കൊടുക്കാം, B0 എന്നുള്ള കൊടുക്കുകയാണ്, ഡിവൈഡ് ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? എയറോമാഗ്നറ്റിക് റേഷ്യോ തന്നിട്ടുണ്ട് 6.72 × 10⁻⁷ റേഡിയൻസ് പെർ ടെസ്ല പെർ സെക്കൻഡ് ഇൻറ്റു നമ്മളുടെ ഫീൽഡ് എത്രയാണ് പറഞ്ഞത്? 3 ടെസ്ലയിലുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റു 3 ടെസ്ല ഡിവൈഡഡ് ബൈ 2 × 3.14. ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ റേഡിയൻസ് ഫാക്ടർ എന്ന് പറയുന്ന ആംഗുലർ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. ബാക്കി ടെസ്ലയും തമ്മിൽ കട്ട് ചെയ്ത് പോകുന്നത് പെർ സെക്കൻഡിലാണ് വരുന്നത്. പെർ സെക്കൻഡ് = എന്താണെന്നാണ് പറഞ്ഞത്? ഹെഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഏകദേശം ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 32 × 10⁻⁶ ഹെഡ്സ് വരും. ഓക്കെ,
ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ഈസ് ഈക്വൽ ടു 32 മെഗാഹെഡ്സ്. 32 മെഗാഹെഡ്സ് ആണ് വരുന്നത്. ഇനിയും എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, എന്താണ് അബ്സോർപ്ഷൻ കാണിക്കുന്ന 896 ഹെഡ്സിലും കാണിക്കുന്നുണ്ട്, 960 ഹെഡ്സിലും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ വാല്യൂ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ വാല്യൂയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒബ്സേർവർ ഡിവൈഡ് ബൈ ഇൻസ്ട്രുമെന്റ്. ഒബ്സേർവർ എന്ന് പറയുന്ന ആദ്യത്തെ കേസിൽ 896 ആണ്. അപ്പം ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 896 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻6. 10⁻6 10⁻6 ക്യാൻസൽ ആയി പോകും. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 28 ppm ആണ് വരുന്നത്. ഓക്കെ, ഡെൽറ്റ 2 എന്ന് പറയുന്നത് 960 ഡിവൈഡഡ് ബൈ, രണ്ടാമത്തെ പീക്ക് കാണുന്നത് 960 ഹെർട്സിലാണ്, ഡിവൈഡ് ബൈ ഇൻസ്ട്രുമെന്റ് ഫ്രീക്വൻസി 32 ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻6. 6 ക്യാൻസൽ ആയിപ്പോയി. 32 960 ഡിവൈഡ് ബൈ 32 ഏകദേശം 30 ppm ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത്. ഓക്കെ, ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Consider the following compound where H3AB, ഈ 3 corresponds to ഏതാണ് J3 coupling J2 coupling എന്നൊക്കെ പറയുന്നത് ബോണ്ട് വെച്ചിട്ട് പറയുന്നത്. ഇതിനെ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ആ HAയും HBയും തമ്മിലുള്ള കപ്ലിങ്ങിനെ നമുക്ക് J3 കപ്ലിംഗ് എന്ന് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3 ബോണ്ടിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ കപ്ലിംഗ് നടക്കുന്നത്. അങ്ങനെയാണ് J3 എന്ന് പറയുന്നത്. J2 എന്ന് പറയുമ്പോൾ 2 ബോണ്ടായിരിക്കും അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വരിക, അത് കപ്ലി ചെയ്യുന്ന ആറ്റത്തിന്റെ ഇടയ്ക്ക് വരിക. അങ്ങനെ ഓർത്താൽ മതി, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം കൺസിഡർ ദ ഫോളോയിങ് കോമ്പൗണ്ട് വെയർ J3AB ആൻഡ് J3BC represents 3 bond coupling between HA and HB and HB and HC protons respectively. Okay, in 2 different scenarios. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് J3AB less than J3BC. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് കപ്ലിംഗ് കോൺസ്റ്റന്റ് ഒരെണ്ണത്തിന് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. ആദ്യം ആ കപ്ലിംഗ് കോൺസ്റ്റന്റ് കൂടുതൽ ഏതുള്ളതാണോ അത് കപ്പിൾ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് കപ്പിൾ ചെയ്യുള്ളൂ എന്നുള്ള അർത്ഥം. ആ ഒരു കേസിൽ ഉണ്ടാകുന്ന മൾട്ടിപ്ലിസിറ്റി, HB പ്രോട്ടോണിന്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്, പിന്നെ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ HB പ്രോട്ടോണിന്റെ മൾട്ടിപ്ലിസിറ്റി എത്രയാണ്, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. J3BC എന്ന് പറയുന്നതാണ് എന്താണ്, J3BCയുടെ കപ്ലിംഗ് കോൺസ്റ്റന്റ് ആണ് കൂടുതൽ കമ്പയർഡ് ടു J3AB എന്ന് പറഞ്ഞു. അപ്പം BC കപ്ലിംഗ് നടന്നതിന് ശേഷമായിരിക്കും AB കപ്ലിംഗ് നടക്കാം. ഓക്കെ, BC കപ്ലിംഗ് നടക്കുന്ന സമയത്ത് സിയുമായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, CH3 ആണ് അല്ലെ. H3 ആകുമ്പോഴത്തേനും 3 ഹൈഡ്രജൻ ആണുള്ളത്. 3 ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേനും 3ന്റെ കൂടെ 3+1 വരുമ്പോഴത്തേനും 4 ആയിട്ട് മാറും. സ്പ്ലിറ്റ് ചെയ്യുന്നത് 4 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യാം. HB ആദ്യം ക്വാഡ്രറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ക്വാഡ്രറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് HA ആയിട്ട് കപ്പിൾ ചെയ്യുന്നത്. ക്വാഡ്രറ്റ് ഓഫ് ഡബ്ലറ്റ്. ഓക്കെ, ക്വാഡ്രറ്റ് ഓഫ് ഡബ്ലറ്റ് ആയിരിക്കും ഏതിൻ്റെ എന്ന് പറയുന്നത്, HB എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ HBയുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇനി HA = HB ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടോട്ടൽ നമ്പർ അങ്ങ് എടുത്താൽ മതി. ഇത് രണ്ടും സെയിം ആണ് കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടും കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് കപ്പിൾ ചെയ്യും. അതായത് 3 പ്രോട്ടോൺ ഇവിടെ, ഒരെണ്ണം ഇവിടെ, 4 + 1 എന്നുള്ളത് വരും. ടോട്ടല് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 4+1 ആവും. 4 പ്രോട്ടോൺ ടോട്ടൽ ആയതുകൊണ്ട് അപ്പം 5 ആയിരിക്കും ക്വിൻറ്ററ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ എന്താണ് ക്വാഡ്രറ്റ് ഓഫ് ഡബ്ലറ്റും, രണ്ടാമത്തെ കേസിൽ എന്താണ് ക്വിൻറ്ററ്റും ആണ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നമാണ്, നമുക്ക് നോക്കണ്ട എന്നൊരു ടെൻഡൻസി വരും. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രോട്ടോൺ NMR data corresponding to the labeled protons of the following compound is given below. The signal corresponding to HB is, നമുക്ക് കുറച്ച് പ്രോട്ടോൺ NMR ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് HBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, HBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, HB ഏതൊക്കെയായിട്ട് കപ്പിൾ ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, HB ഏതൊക്കെയായിട്ടായിരിക്കും കപ്പിൾ ചെയ്യുന്നുള്ളത്, HB HC ആയിട്ട് കപ്പിൾ ചെയ്യാം അല്ലേ, പിന്നെ ഇതുമായിട്ട് കപ്പിൾ ചെയ്യാം, HAയുമായിട്ടും കപ്പിൾ ചെയ്യാം. ഓക്കെ,
എച്ച് എയുമായിട്ട് കപ്പിൾ ചെയ്യുമ്പോഴത്തേനും എച്ച് എയിൽ എന്തൊക്കെ എച്ച് എ എന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പം ഒരു പ്രോട്ടോണിന് എന്തായിരിക്കും വരുന്നത്? 2ni+1 എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും 2 × 1 × ½ + 1 = എത്ര വരും? ഡബ്ലറ്റ് വരും അല്ലേ? ദെൻ എച്ച് സിയുമായിട്ട് കപ്പിൾ ചെയ്യാം. എച്ച് സി ആയിട്ട് കപ്പിൾ ചെയ്യുമ്പോഴും ഒരു പ്രോട്ടോൺ ആണ് വരുന്നത്. അതിനകത്തും 2 × 1 × ½ + 1 ആണ് വരുന്നത്. അപ്പം ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ് ഏത് തരിക? നമ്മുടെ HB എന്ന് പറയുന്നത് തരിക. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനുകളിനകത്ത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരുന്ന ഓപ്ഷൻസ് മാത്രം നമുക്ക് നോക്കാം. ബാക്കി 2 ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യാം. ഇത് രണ്ടും കളഞ്ഞു. ഇനി ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. ഇനി നമുക്ക് നോക്കാവുന്ന കാര്യം, പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെഡ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ജെ വാല്യൂ വെച്ചിട്ട് മാത്രമേ ഈ ഫൈനൽ ആൻസറിലേക്ക് എത്തുള്ളൂ. ജെ വാല്യൂ വെച്ച് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താമെന്ന് നോക്കാം. ഇത് ഇത്തിരി ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ പറയാവുന്ന ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ബാക്കി നിൽക്കുന്ന ഓപ്ഷനുകൾ സിയും ഡിയുമാണ് അല്ലേ? സിയും ഡിക്കകത്ത് തന്നെ അതിനകത്ത് 3.15 ആയിരിക്കാം കറസ്പോണ്ടിങ് HBയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതിനുള്ള പോസിബിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി OH എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പ്രസൻസ് മൂലം, OH എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഓക്സിജൻ എന്ന് പറയുന്നത് കുറച്ച് ഡീഷീൽഡിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ. അപ്പം അതുമൂലം എന്ത് സംഭവിക്കുന്നു? ഈ HBക്ക് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3.15 റേഞ്ചിൽ തന്നെയായിരിക്കും വരുന്നത് ഈ ഓപ്ഷൻ അനുസരിച്ചിട്ട്. അപ്പം നമുക്ക് ഡി എന്നുള്ളത് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. കപ്ലിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഇതിന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The chemical shifts of CH3 and CH2 proton in a molecule are 1.15 and 3.35 ppm respectively. When the magnetic field is 2 Tesla, the absolute difference between the local magnetic field for these two protons is. Local magnetic field എന്ന് പറയുന്നത് 2 Tesla ആയിരിക്കുമ്പോൾ absolute difference between local magnetic field, local magnetic fieldൽ നിന്നുള്ള absolute difference എത്രയായിരിക്കും? ഡെൽറ്റയിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ബി ലോക്കൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡെൽറ്റ ഡിവൈഡ് ബൈ 10⁻⁶ ഇൻറ്റു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ചേഞ്ച് ഇൻ ഡെൽറ്റ നമുക്ക് വന്നേക്കുന്ന 1.15 3.35 ആണ്. ചേഞ്ച് ഇൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 3.35 മൈനസ് 1.15 ഇസ് ഈക്വൽ ടു 2.20 ppm അല്ലേ? അപ്പം 2.20 ഡിവൈഡഡ് ബൈ 10⁻⁶ ഇൻറ്റു എത്രയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്? 2 ചെയ്യുക. ഏകദേശം 4.4 ഇൻറ്റു 10⁻⁻⁶ ടെസ്ല വരും. ഓക്കെ, ഓക്കെ അല്ലേ? അതായത് ഇത് ആക്ച്വലി 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 2.2 ppm തന്നിരിക്കുന്നത് അല്ലേ? PPM ഉള്ളതിനെ നമ്മൾ ടെസ്ലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻറ്റു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെസ്ലയിലുള്ള ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻസർ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി പ്രോട്ടോൺ NMR, the methylene proton of ClCH2 CClBr CH3 X എന്ന് പറയുന്ന മോളിക്യൂൾ, അത് Y എന്ന് പറയുന്ന മോളിക്യൂൾ CH3 CH2 CCl2 CH3 Y appears as. എങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് രണ്ട് മോളിക്യൂളിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാം. Cl CH2 അല്ലേ? CH2 CCl Br CH3. ഓക്കെ, ഇവിടെ ഒരു കൈറാൽ സെൻറ്റർ ഉണ്ട് അല്ലേ? ഓൾറെഡി കൈറാൽ സെൻറ്റർ ഉള്ള കാർബൺ ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഓൾറെഡി കൈറാൽ സെൻറ്റർ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത കാർബൺ അതിലുണ്ടാവുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് രണ്ടും ഡയാസ്റ്റീരിയോടോപ്പിക് ഹൈഡ്രജൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻസ് എന്ന് പറയാം. ഇതിനെ നമുക്കപ്പോൾ HA എന്നും HB എന്നും വിളിക്കാം. ഓക്കെ,
ഒരു ആദ്യത്തെ എക്സാമ്പിൾ, ആദ്യത്തെ കേസ് അതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ CH3 CH2 CCl Cl CH3. ഇത് ആക്ച്വലി എന്താണ്, ഇത് ഏത് ടൈപ്പാണ്? ഡയാസ്റ്റീരിയോടോപ്പിക് അല്ല, ഹോമോടോപ്പിക് ആണ്. ഒരേ ടൈപ്പാണ്, കാര്യം കൈറാൾ സെൻറ്റർ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇത് HAയും ഇത് രണ്ടും സെയിം ടൈപ്പ്. ഏതാണ്? സെയിം ടൈപ്പ് നമ്മുടെ പ്രോട്ടോൺസ് ആണ്. ഓക്കെ, ഇത് ഈ പ്രോട്ടോണിനകത്ത് കിട്ടുന്ന ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതായത് ഈ HA എന്ന് പറയുന്ന രണ്ട് പ്രോട്ടോൺസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് HA സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്പെൻസ് ഓൺ CH3 ഗ്രൂപ്പ്. മൂന്ന് CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 3 CH3 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 3+1 എന്ന് പറയുമ്പോൾ ക്വാർട്ടറ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തെ സ്പ്ലിറ്റ് ചെയ്യാം. ക്വാർട്ടറ്റ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് Y ക്വാർട്ടറ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, ഇതുമുണ്ട് ഇതുമുണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇതിനകത്ത് HA എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട് അല്ലേ? HA എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്പ്ലിറ്റ് ചെയ്യാം HA എന്തുകൊണ്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? HA എന്ന് പറയുന്നത് ഈ HBയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. HB എന്ന് പറയുന്നത് HA ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഡബിളറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരേ കാർബണിൽ തന്നെ വരുന്നത് കൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഡബിളറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇങ്ങനെയൊരു ഡബിളറ്റ് ഫോം ചെയ്യും. ആ ഡബിളറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ക്വാഡ്രറ്റ് പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു ഡബിളറ്റ് ആയിട്ട് മാറും. അതായത് ഇവിടുത്തെ രണ്ടിൻ്റെ പീക്ക് ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ഈ നടുക്കുള്ളത് രണ്ടെണ്ണത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്ന രീതിയിലായിട്ട് ഒരു ക്വാഡ്രറ്റ് പോലെ അപ്പിയർ ചെയ്യാറുണ്ട്. ആ ടൈപ്പ് ക്വാഡ്രറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് AB ക്വാഡ്രറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? AB ക്വാഡ്രറ്റ് വരുന്ന C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസ്യൂമിങ് ദ മോളിക്യൂൾസ് ആർ സ്റ്റാറ്റിക്, ദ F19 NMR സ്പെക്ട്ര ഓഫ് ClF3 എന്ന് പറയുന്ന X എന്ന് പറയുന്ന മോളിക്യൂളും ClF5Y എന്ന് പറയുന്ന മോളിക്യൂളിനെ എന്തായിരിക്കും അതിൻ്റെ സ്പെക്ട്രൽ സ്പ്ലിറ്റിംഗ് ഏത് രീതിയിലായിരിക്കും വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടതും ഇതേപോലെ തന്നെ സ്ട്രക്ചർ അറിഞ്ഞാൽ മതി. ClF3യുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന T ഷേപ്ഡ് സ്ട്രക്ചർ ആണ് അല്ലേ? ClF ഓക്കെ, പിന്നെ എന്തുണ്ട്? രണ്ട് ലോൺ പെയർ ഉണ്ട് ക്ലോറിൻ്റെ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ടൈപ്പ് പ്രോട്ടോൺ എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡ് ടൈപ്പ് പ്രോട്ടോൺ എന്ന് പറയും, ലോൺ പെയർ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇത് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺ ആണ്. FA എന്ന് പറയുന്നത് എന്ത് തരും? FA ട്രിപ്ലറ്റ് തരും, കാര്യം തൊട്ടടുത്ത് രണ്ട് പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് FA ട്രിപ്ലറ്റ് തരും, 2+1 ട്രിപ്ലറ്റും. FB എന്ന് പറയുന്നത് FAയുടെ ഇൻഫ്ലുവൻസ് മൂലം ഡബ്ലറ്റ് തരും. ഓക്കെ, X എന്ന് പറയുന്നത് ഡബ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് തരും. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്, ഒന്നിതും ഒന്ന് ഇതും. ഓക്കെ, ദെൻ Y നോക്കാം. Y എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ClF5 ആണ്. എന്താ? സ്ക്വയർ പിരമിഡിലാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വരുന്നത്. വരച്ചു നോക്കാം. ClF5, ഇവിടെ F ഇവിടെയായിട്ട് ലോൺ പെയർ വരുന്നു. ഓക്കെ, ഈ പ്ലെയിനിൽ വരുന്നതാണ് എഫ് എല്ലാം തന്നെ എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അത് എല്ലാം ഒറ്റ പീക്കാണ് തരിക. അതേസമയം ഈ മാറി നിൽക്കുന്ന F എന്ന് പറയുന്നത് വേറൊരു പീക്ക് തരും. FA എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എത്ര ആയിട്ടായിരിക്കും? 4+1 ക്വിൻറ്ററ്റ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. FB എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1+1 2 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഡബ്ലറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഡബ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റും ഡബ്ലറ്റ് ആൻഡ് ക്വിൻറ്ററ്റും വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, C ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിലേത് ഈ ചോദ്യവും ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യവും ഇനി പറയാൻ പോകുന്ന ചോദ്യവും എല്ലാം തന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ ഫെബ്രുവരിയിൽ നടന്ന നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് മാച്ച് ഓഫ് ദ ലേബൽഡ് പ്രോട്ടോൺസ് ഫോർ ഈതൈൽ വിനൈൽ ഈതർ ഇൻ കോളം P വിത്ത് ദെയർ കെമിക്കൽ ഷിഫ്റ്റ് ഇൻ കോളം Q ഈസ്. നമുക്ക് തന്നിട്ടുണ്ട് ഈതൈൽ വിനൈൽ ഈതർ, HA എന്ന് HB HC ഉണ്ട്, അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് വാല്യൂ വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്.
നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ് എച്ച് സി എന്ന് പറയുന്നത് എച്ച് ബി ആയിട്ടും എച്ച് എ ആയിട്ടും കപ്പിൾ ചെയ്യും. അത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് വരും. എച്ച് ബി എന്ന് പറയുന്നതും എച്ച് സി എച്ച് എ ആയിട്ട് കപ്പിൾ ചെയ്യും. ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. എച്ച് എയും ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആണ് തരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈതർ ലിങ്കേജ് വരുന്നത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ 4.20 അല്ലെങ്കിൽ 4.0205 എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഈതർ ലിങ്കേജ് വരുമ്പം അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പറയാവുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ് ട്രാൻസ് കപ്ലിങ്, ജെമിനൽ കപ്ലിങ്, ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എച്ച് എയും എച്ച് ബിയും തമ്മിലുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ എന്ത് കപ്ലിംഗ് ആണ്? ഇത് തമ്മിൽ സിസ് കപ്ലിംഗ് ആണ് അല്ലേ? ഇത് തമ്മിൽ സിസും ഇത് തമ്മിലുള്ളത് ട്രാൻസും. അപ്പൊ അത് രണ്ടും തമ്മിൽ സിസും ട്രാൻസുമാണ്. സിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 6 to 12 ഹെർട്സ് ആണ്. 6 to 12 ഹെർട്സും ട്രാൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 to 18 ഹെർട്സ് ആണ്. 6 to 12ഉം 12 to 18ഉം അത് വരുന്നത് ഏതിനാണെന്ന് നോക്കാം നമുക്ക്. 6 to 12ഉം 12 to 18ഉം വരുന്നത് ആ ഒരു റേഞ്ചിൽ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം എച്ച് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1. ഓക്കെ. ദെൻ നെക്സ്റ്റിൻ്റെ നോക്കാം നമുക്ക്. എച്ച് ബിയുടെ നോക്കാം. എച്ച് ബി എന്ന് പറയുന്നത് എച്ച് എയുമായിട്ടുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് അത് സിസ് കപ്ലിംഗ് ആണ്. സിസ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു നമ്മൾ ഏത് വാല്യൂ ആണ് വരുന്നത്? 6 to 12 ഹെർട്സ് ആണ് വരുന്നത്. എച്ച് സി ആയിട്ടുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് ജെമിനൽ കപ്ലിംഗ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 5 ആണ് വരുന്നത്. 0 to 5. അപ്പം സിസ് കപ്ലിംഗ് 6 to 12ഉം 0 to 5ഉം വരുന്നത് ഇതേ ഉള്ളൂ. അപ്പം എച്ച് ബി കറസ്പോണ്ട്സ് ടു 2. ഓക്കെ. ദെൻ എച്ച് സി എന്ന് പറയുന്നത് എച്ച് ബിയുമായിട്ട് എന്ത് കപ്ലിംഗ് ആണ് വരുന്നത്? ജെമിനൽ കപ്ലിംഗ് ആണ്. 0 to 5 അത് 2 ഹെർട്സ് വന്നു. പിന്നെ എച്ച് എയുമായിട്ടുള്ള കപ്ലിംഗ് എന്ന് പറയുന്നത് ട്രാൻസ് കപ്ലിംഗ് ആണ്. അത് 12 to 18 ആണ്. ഇവിടെ 13 വന്നു. അപ്പം എച്ച് സിയുടെ ഇതും വന്നു. അപ്പം A1ഉം B2ഉം C3, A1ഉം B2ഉം C3യും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരെണ്ണമേ ഉള്ളൂ. ഓക്കെ. ദെൻ ഇല്ല, OETയുടെ കുറിച്ച് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണ പറയുന്നത് OCH3യുടെ വാല്യൂ 3.5 to 4 ppm, OCH2 ആണെങ്കിൽ അത് 4 to 4.5ഉം OCH ആണെങ്കിൽ 4.5 to 4.8 എന്നാണ്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു ഹെർട്സിന്റെ വാല്യൂ വെച്ച് മാത്രമേ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും.